നമസ്കാരം, സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. പത്തനംതിട്ടയിൽ ഗുണ്ട ആക്രമണം. വ്യാപാര സ്ഥാപനത്തിൽ കയറി ഇതര സംസ്ഥാന തൊഴിലാളിയെ മർദ്ദിച്ചു. പരാതി നൽകിയിട്ടും പോലീസ് നടപടിയെടുത്തില്ലെന്ന് പശ്ചിമ ബംഗാൾ സ്വദേശി അബ്ദുൾ റഹ്മാൻ. കടുവാ ഭീതിയിൽ കോഴിക്കോട് വിലങ്ങാട് പ്രദേശവാസികൾ. തുടർച്ചയായ ദിവസങ്ങളിൽ കടുവയെ കണ്ടെന്ന് നാട്ടുകാർ. പ്രദേശത്ത് വനം വകുപ്പിന്റെ തെരച്ചിൽ. കോതമംഗലം കോട്ടപ്പടിയിൽ കാട്ടാന ആക്രമണം. വ്യാപകമായി കൃഷി നശിപ്പിച്ചു. അതിരപ്പള്ളിയിൽ നിന്ന് പിടികൂടി കോടനാട് എത്തിച്ച ആനയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയില്ല. നെല്ലിയാമ്പതി പുലയമ്പാറയിൽ കിണറ്റിൽ വീണ പുലിയെ രക്ഷിച്ചു. 10 ലക്ഷം രൂപ തട്ടിയ കേസിൽ ഹോർട്ടികോർപ്പിലെ കരാർ ജീവനക്കാരൻ അറസ്റ്റിൽ. പിടിയിലായത് കരമന തളിയിൽ സ്വദേശി കല്യാണ സുന്ദർ. തട്ടിയെടുത്തത് കർഷകർക്ക് നൽകാനുള്ള പണം. കോഴിക്കോട് അധ്യാപകരുടെയും സഹപാഠികളുടെയും ചിത്രങ്ങൾ ടെലഗ്രാമിലൂടെ വിൽപ്പന നടത്തി വിദ്യാർത്ഥി. തിക്കോടി സ്വദേശി ആദിത്യദേവിനെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. ഒരു ചിത്രത്തിന് ലഭിച്ചത് 39 രൂപ. വാർത്തകൾ വിശദമായി. പത്തനംതിട്ട ടൗണിൽ ഗുണ്ട ആക്രമണം. വ്യാപാര സ്ഥാപനത്തിൽ കയറി ഇതര സംസ്ഥാന തൊഴിലാളിയെ മർദ്ദിച്ചു. പശ്ചിമ ബംഗാൾ സ്വദേശി അബ്ദുൾ റഹ്മാനാണ് മർദ്ദനമേറ്റത്. കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയുണ്ട്. പരാതി നൽകിയിട്ടും പോലീസ് നടപടിയെടുക്കുന്നില്ലെന്നാണ് ആരോപണം. അതിരപ്പള്ളിയിൽ നിന്ന് പിടികൂടി കോടനാട് എത്തിച്ച ആനയുടെ ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതിയില്ല. ആന സാധാരണ നിലയിലാകാൻ 30% സാധ്യത മാത്രമേ ഉള്ളൂവെന്നാണ് ഡോക്ടർമാരുടെ വിലയിരുത്തൽ. ആന തീറ്റയെടുത്തു തുടങ്ങിയിട്ടുണ്ട്. ആന കൂടുമായി ഇണങ്ങി തീറ്റയെടുക്കുന്നത് നല്ല ലക്ഷണമായി ഡോക്ടർമാർ കാണുന്നു. പ്രത്യേകം തയ്യാറാക്കിയ കൂട്ടിൽ കൊമ്പൻ ശാന്തനാണ്. ആനയുടെ മയക്കവും ഇന്നലെ രാത്രിയോടെ വിട്ടുമാറി. ഇന്നും നാളെയും ഡോക്ടർ അരുൺ ചക്രിയ ആനയ്ക്ക് ചികിത്സ നൽകും. ആനയുടെ മുറിവിൽ മരുന്ന് വെക്കാൻ കഴിയുന്ന തരത്തിലാണ് കൂട് നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷേ ആന സ്വാഭാവിക ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ ഇപ്പോഴും 30% സാധ്യത മാത്രമാണുള്ളതെന്ന് ഡോക്ടർമാർ പറയുന്നു. ഒരടിയോളം ആഴത്തിലുള്ളതാണ് തലയിൽ കണ്ടെത്തിയ മുറിവ്. 1.5 മാസത്തോളം തുടർച്ചയായി ചികിത്സ നൽകേണ്ടി വരും. പുഴു കയറിയതാണ് വീണ്ടും മുറിവ് ഗുരുതരമാകാൻ കാരണം. പഴുപ്പ് പൂർണ്ണമായും നീക്കം ചെയ്തു. പ്രത്യേക മെഡിക്കൽ സംഘം ആനയ്ക്ക് നൽകേണ്ട ചികിത്സയിൽ മാർഗരേഖയുണ്ടാക്കിയിട്ടുണ്ട്. 24 മണിക്കൂർ നിരീക്ഷണമുണ്ടാകും. ആനയെ തിരികെ കാട്ടിലേക്ക് അയക്കുന്നതിനെക്കുറിച്ച് വനംവകുപ്പുമായി ചർച്ച ചെയ്തതിനു ശേഷമാകും തീരുമാനം. ന്യൂസ് 18 കൊച്ചി. കോതമംഗലം കോട്ടപ്പടിയിൽ കാട്ടാന ആക്രമണം. ആനകൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. വാഴ, തെങ്ങ്, കമുക് എന്നിവയാണ് നശിപ്പിച്ചത്. കൃഷിനാശമുണ്ടായതോടെ വലിയ പ്രയാസത്തിലാണ് കർഷകർ. 6 മണി മുതൽ ഇവിടെ കൂപ്പിൽ ഭയങ്കര ബഹളമായിരുന്നു ആന. ഇന്ന് വെളുപ്പിന് 4 മണിക്കാണ് ഇവിടെ ഇറങ്ങി 2 ആനകൾ ഇറങ്ങി ശല്യം ചെയ്തു. വാഴ മുഴുവൻ കളഞ്ഞു. അടയ്ക്കാമരം കുത്തിപ്പൊളിച്ച് കളഞ്ഞു. 2 തെങ്ങിൻ്റെ തറയ്ക്ക് ഒടിച്ച് കളഞ്ഞു. അങ്ങപ്പുറം ഒരു പറമ്പിൽ 1:30 മണി സമയത്ത് ചെന്നായിട്ട് അയൽവാസിയായ ചേട്ടൻ പറഞ്ഞു. രാത്രി സന്ധ്യയായി കഴിഞ്ഞാൽ ആന ഒരു പറമ്പുകളിൽ നിന്ന് ഒഴിവാകണില്ല. ഒരു പറമ്പില്ലെങ്കിൽ തൊട്ടടുത്ത പറമ്പിലേക്ക് കയറി ഇറങ്ങി ഇങ്ങനെ നടക്കുകയാണ്. ഇല്ല, ഈ കാര്യത്തിൽ സർക്കാരിൻ്റെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഇത്തിരി കൂടി തീവ്രമായ ഒരു മനോഭാവം ഉണ്ടാവണം ആന ഓടിക്കാമെന്ന് എനിക്ക് പറയാനുണ്ട്. പാലക്കാട് നെല്ലിയാമ്പതി പുലയമ്പാറയിൽ കിണറ്റിൽ വീണ പുലിയെ രക്ഷിച്ചു. ഇന്നലെ വൈകിട്ട് 4 മണിയോടെയാണ് പുലി വീണത്. കിണറ്റിലേക്ക് കൂടിറക്കിയാണ് പുലിയെ കരയ്ക്ക് കയറ്റിയത്. RRT സംഘവും വനവകുപ്പ് ഉദ്യോഗസ്ഥരും എത്തിയാണ് രക്ഷിച്ചത്. പുലി പൂർണ്ണ ആരോഗ്യവാനാണ്. പുലിയെ പറമ്പിക്കുളം വനമേഖലയിൽ തുറന്നുവിട്ടു. വെള്ളത്തിനായി കാടിറങ്ങുന്ന വന്യമൃഗങ്ങൾക്ക് ഉൾക്കാട്ടിൽ വനംവകുപ്പിന്റെ സഹകരണത്തോടെ കുടിവെള്ള സൗകര്യമൊരുക്കി നിലമ്പൂർ വൈൽഡ് വീൽസ് അഡ്വഞ്ചർ ക്ലബ്ബ്. മൂത്തേടം പൂളക്കാപ്പാറ ജനവാസ മേഖലയിൽ നിന്ന് 3.5 കിലോമീറ്റർ ഉൾക്കാട്ടിലായാണ് കുടിവെള്ള സൗകര്യമൊരുക്കിയത്. ഈങ്ങാർ തോടിന് കുറുകെ തടയണ നിർമ്മിച്ചാണ് പദ്ധതി. നിലമ്പൂരിലെ കരുളായി വനമേഖലയിൽ നിന്നാണ് കരുളായി മൂത്തേടം പഞ്ചായത്തുകളിലെ ജനവാസ മേഖലകളിലേക്ക് കൂടുതലായും വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത്. വേനൽ കടുത്തതോടെ കാടിനുള്ളിലെ ജലസ്രോതസ്സുകളെല്ലാം വറ്റിയ അവസ്ഥയിലാണ്. അതിനാൽ വെള്ളം തേടിയാണ് ആനയുൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത്. വേനലിൽ കാടിനുള്ളിൽ തന്നെ വെള്ളം ലഭ്യമാക്കിയാൽ വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് കുറയുമെന്നാണ് വനംവകുപ്പിന്റെ നിരീക്ഷണം.
ഇതേ തുടർന്നാണ് വനംവകുപ്പ് നിലമ്പൂർ വൈൽഡ് വീൽസ് അഡ്വഞ്ചർ ക്ലബിന്റെ സഹായം തേടിയത്. 30ഓളം വരുന്ന ക്ലബ്ബ് പ്രവർത്തകർ 8 കണ്ണിയിലൂടെ നീർച്ചാലിട്ടൊഴുകിയ ഈങ്ങാർ തോടിന് കുറുകെ മരത്തടികൾ അടുക്കിയും ചണച്ചാക്കിൽ മണ്ണും മണലും നിറച്ചും പ്രകൃതി സൗഹൃദ തടയണ നിർമ്മിക്കുകയായിരുന്നു. 2 ദിവസമെടുത്തു തടയണ പൂർത്തിയാക്കാൻ. ഇപ്പോൾ ഇവിടെ ഒരാൾ പൊക്കത്തിൽ വെള്ളം കെട്ടി നിർത്താൻ കഴിയും. ഈ വേനൽക്കാലമായതോടുകൂടി നമ്മളെല്ലാ അരുവികളുടെയും വെള്ളത്തിൻ്റെ ഒഴുക്ക് കുറഞ്ഞ് നീരുറവ ഇല്ലാത്ത അവസ്ഥയിലുള്ളത്. ഈ സമയത്ത് വന്യമൃഗങ്ങൾ വെള്ളത്തിന് വേണ്ടി കരിമ്പുഴ, പുന്നപ്പുഴ എന്നിവ ലക്ഷ്യമാക്കി വരികയും അങ്ങനെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇത് വന്യജീവി വകുപ്പ് പുതുതായി നടപ്പാക്കുന്ന മിഷൻ ഫുഡ് ഫോഡർ വാട്ടർ സ്കീമിൽ ഉൾപ്പെടുത്തി തടയണ നിർമ്മിച്ചാൽ മൃഗങ്ങൾക്ക് കാട്ടിൽ തന്നെ ജലം ലഭിക്കുമെന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ തടയണ നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത്. തടയണയിൽ വെള്ളം നിറഞ്ഞാൽ പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് ഒഴിവാക്കാൻ നിറഞ്ഞു വരുന്ന വെള്ളത്തിന് ഒഴുകിപ്പോകാൻ കോൺക്രീറ്റ് കുഴലുകളും തടയണയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. കരുളായി വനം റേഞ്ച് ഓഫീസർ PK മുജീബ് റഹ്മാൻ, പടുക്ക ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ G അംജിത് എന്നിവരുടെ മേൽനോട്ടത്തിൽ നിലമ്പൂർ വൈൽഡ് വീൽസ് അഡ്വഞ്ചർ ക്ലബ്ബ് പ്രസിഡന്റ് വിവേക് P മേനോൻ, സെക്രട്ടറി K യാസിർ, K ഹബീബ് റഹ്മാൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് തടയണ സ്ഥാപിച്ചത്. ന്യൂസ് 18 മലപ്പുറം. കോഴിക്കോട് വിലങ്ങാട് പാനോത്ത് കടുവാ ഭീതി. തുടർച്ചയായ ദിവസങ്ങളിൽ കടുവയെ കണ്ടതായി നാട്ടുകാർ പറയുന്നു. ഇതോടെ വനം വകുപ്പ് പ്രദേശത്ത് തെരച്ചിൽ ആരംഭിച്ചു. വനമേഖലയോട് ചേർന്നാണ് നാട്ടുകാർ കടുവയെ കണ്ടത്. കേഴുമാനെ വേട്ടയാടാൻ ശ്രമിക്കുന്ന കടുവയെ കണ്ടുവെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലും നാട്ടുകാരായ 2 പേർ കടുവയെ കണ്ടതായി വനം വകുപ്പിനെ അറിയിച്ചു. ഇണചേരുന്ന സമയമായതിനാൽ കടുവാ സാന്നിധ്യം തള്ളിക്കളയാൻ കഴിയില്ലെന്നാണ് വനം വകുപ്പ് പറയുന്നത്. 1-ലധികം പേർ കടുവയെ കണ്ടതോടെ മേഖല ഭീതിയിലാണ്. രാത്രി ഒരു 8 മണി 8:30 ആയപ്പോഴത്തേക്ക് പിന്നെ ഇറങ്ങി അടുത്തതിന് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് പോയതാ. അന്നേരം ആ കയറി അവിടെ തന്നെ ഉണ്ട്. ജാതിൻ്റെ അടുത്ത് വെള്ളം കുടിക്കാൻ എന്തിനാ വന്നതെന്ന് അറിയത്തില്ല. അത് പായുന്ന കണ്ടിട്ട് അത് പായുന്ന കാണാൻ വേണ്ടിയിട്ട് പുറകെ ഇറങ്ങിയതാ. അപ്പോൾ തൊട്ടടുത്ത് തന്നെ കടുവ തന്നെ മഞ്ഞ കളറും ഉണ്ട്, മഞ്ഞയും കറുപ്പുമായിട്ടുണ്ട്. ഏകദേശം നല്ല വലിപ്പമുള്ളൊരു സാധനം. അത് കഴിഞ്ഞിട്ട് ജ്യോതിസ് താഴേന്ന് കണ്ടിട്ടുണ്ട്. ഇരിക്കുക സോവി ഉണ്ട് അതിനെ. പിന്നെ ഏട്ടനെല്ലാം വിളിച്ചു പറഞ്ഞ് അവർ വന്ന് ഫോറസ്റ്റിൻ്റെ ആൾക്കാരെല്ലാം വന്ന് കാൽപ്പാടൊക്കെ അവിടെ നിന്ന് താഴെ കണ്ടിട്ടുണ്ട്. അവിടുന്ന് ഇന്നലെ രാത്രി RRT ടീം പരിശോധന നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് വനം വകുപ്പ് പരിശോധന നടത്തുന്നത്. പ്രദേശവാസികൾ ജാഗ്രത പാലിക്കാൻ വനം വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. വന്യജീവി ആക്രമണങ്ങളിൽ വിചിത്ര നിലപാടുമായി വനം മന്ത്രി AK ശശീന്ദ്രൻ. മുന്നറിയിപ്പുകൾ അവഗണിക്കുമ്പോഴാണ് വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാകുന്നതെന്ന് AK ശശീന്ദ്രൻ പറഞ്ഞു. സംഭവങ്ങൾ പലതും നടക്കുന്നത് കാടിനുള്ളിൽ വെച്ചാണ്. വനംവകുപ്പിന്റെ ഭാഗത്ത് വീഴ്ചയില്ല. പരാതികൾ പലതും വികാരപരമായ സാഹചര്യങ്ങളിൽ നിന്നുണ്ടാകുന്നതാണ്. പരിഹാരത്തിനെന്ന് പറഞ്ഞ് നടക്കുന്ന പല ചർച്ചകളും പോസിറ്റീവ് അല്ലെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. ന്യൂസ് 18 Q18 AK ശശീന്ദ്രന്റെ പരാമർശം. വനം കയ്യേറ്റമാണോ ഇതിൻ്റെ എല്ലാം കാതലായിട്ടുള്ള കാരണം? അത് തുറന്നു പറയാൻ രാഷ്ട്രീയ നേതാക്കൾക്ക് കഴിയാത്തതാണ്. കാടിൻ്റെ സമീപത്തോടു കൂടിയോ ഉൾക്കാടുകളിലേക്കോ പോകുന്ന റോഡുകളിലാണല്ലോ ഇത് സംഭവിക്കുന്നത്. അവിടെ പോകുമ്പോൾ മുന്നറിയിപ്പുകൾ നമ്മൾ കൊടുത്തിട്ടില്ലേ, ബോർഡുകൾ വെച്ചിട്ടില്ലേ? ആരെങ്കിലും അനുസരിക്കുന്നുണ്ടോ? അല്ല, ഈ കാട്ടാന വന്ന് ചവിട്ടിക്കൊന്നതും കടുവ പിടിച്ചതും പുലി ഇറങ്ങിയതും ഒക്കെ ഈ അതിർത്തി റോഡുകളിലാണോ? ആണല്ലോ. കൃഷിയിടങ്ങളിൽ വരികയും ഇപ്പോൾ ഒരു കൃഷിയിടങ്ങളിൽ തൊട്ടാണല്ലോ ഈ കാടുള്ളത്. കാടും കൃഷിയിടങ്ങളും തമ്മിൽ എത്ര വ്യത്യാസമുണ്ടോ? ഈ കടുവ പിടിച്ചൊരു സ്ത്രീ മരിച്ച സംഭവത്തിൽ വനം വകുപ്പ് അവിടെ ലൈറ്റ് പോലും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പലതവണ പറഞ്ഞു, അതുപോലും ചെയ്തില്ല എന്നൊക്കെയുള്ള ചെറിയ ചെറിയ വീഴ്ചകളാണ്. ലൈറ്റ് ഇടണമെന്ന് ആര് പറഞ്ഞു? ആരോട് പറഞ്ഞു? എപ്പോൾ പറഞ്ഞു? നാട്ടുകാർ ആ രീതിയിലുള്ള അത് അവിടെ പറയാൻ വികാരപരമായി പറയാം. അപ്പോൾ ഞാൻ ആ വികാരം പറയുമ്പോൾ ശരി ആയിക്കോട്ടെ എന്ന് പറയാമെന്നല്ലാതെ നമ്മൾ അവിടെ ലൈറ്റ് ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ട് ഇട്ടില്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ അവിടെ ഉണ്ടാവില്ല. അപ്പോൾ ഈ വനമന്ത്രി AK ശശീന്ദ്രനുമായുള്ള അഭിമുഖം ഇന്ന് രാത്രി 9:30 കാണാം. മറ്റു വാർത്തകൾ നോക്കാം. കോഴിക്കോട് അധ്യാപകരുടെയും സഹപാഠികളുടെയും ചിത്രങ്ങൾ ടെലഗ്രാമിലൂടെ വിൽപ്പന നടത്തിയ വിദ്യാർത്ഥി അറസ്റ്റിൽ. കോഴിക്കോട്ടെ പ്രമുഖ കൊമേഴ്സ് പഠന സ്ഥാപനത്തിലെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ശരീരഭാഗങ്ങളുടെ ദൃശ്യങ്ങളാണ് ഓൺലൈനിൽ വിൽപ്പന നടത്തിയത്. ഞെട്ടിക്കുന്ന സൈബർ കുറ്റകൃത്യങ്ങളിലേക്കാണ് സോഷ്യൽ മീഡിയ ഉപയോഗം യുവതലമുറയെ കൊണ്ടെത്തിക്കുന്നത്. കോഴിക്കോട് പ്രമുഖ കൊമേഴ്സ് പഠന സ്ഥാപനത്തിൽ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ശരീരഭാഗങ്ങളുടെ ചിത്രങ്ങൾ പകർത്തി ടെലഗ്രാമിലൂടെ വിൽപ്പന നടത്തിയത് അതേ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളാണ്. തിക്കോട് സ്വദേശിയായ വിദ്യാർത്ഥി ആദിത്യദേവിനെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു.
ചിത്രങ്ങളെല്ലാം പകർത്തിയത് ക്ലാസ് മുറിയിൽ നിന്ന് തന്നെ. ചിത്രങ്ങൾ വ്യാപകമായി പ്രചരിച്ചതോടെയാണ് സംഭവം പുറത്തുവന്നത്. ഒരു ചിത്രത്തിന് 39 രൂപയാണ് വില. മിക്ക ചിത്രങ്ങളും വീഡിയോകളും ടെലഗ്രാമിലൂടെയാണ് പ്രചരിക്കുന്നത്. സന്ദേശങ്ങൾ അയക്കുക എന്നതിനു പുറമെ സിനിമകളുടെ വ്യാജ പതിപ്പുകൾ ഡൗൺലോഡ് ചെയ്യുന്നതിനും അശ്ലീല ഉള്ളടക്കങ്ങൾക്ക് വേണ്ടിയും ടെലഗ്രാം ഉപയോഗം കൂടുന്നുവെന്നും സ്വന്തം വീടുകളിൽ നിന്ന് പോലും ഇത്തരം ചിത്രങ്ങൾ പ്രചരിക്കുന്നതായും നേരത്തെ ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. വർക്കല ശ്രീ ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർ മൂക്കുപൊത്തിയാണ് തീർത്ഥക്കുളത്തിന് സമീപത്തുകൂടി കടന്നുപോകുന്നത്. ക്ഷേത്ര പരിസരത്ത് സാമൂഹ്യ വിരുദ്ധർ സെപ്റ്റിക് ടാങ്ക് മാലിന്യം ഒഴുക്കിയതോടെയാണ് ഈ ദുർവിധി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള വർക്കല ശ്രീ ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിലെ ചക്രതീർത്ഥക്കുളത്തിന്റെ സമീപത്തെ കാഴ്ചയാണ് ഇത്. മൂക്കുപൊത്താതെ ഈ വഴി നടക്കാനാകില്ല. കുളത്തിലെ വെള്ളം പുറത്തേക്കൊഴുകി കടലിലേക്ക് പോകുന്ന തണ്ണീർത്തടത്തിലാണ് രാത്രിയുടെ മറവിൽ സാമൂഹ്യവിരുദ്ധർ വാഹനത്തിലെത്തിച്ച സെപ്റ്റിക് മാലിന്യം തള്ളിയത്. വർക്കല നഗരസഭയിലെ ആരോഗ്യ വിഭാഗത്തെ നാട്ടുകാർ വിവരമറിയിച്ചിട്ടും സ്ഥലം സന്ദർശിക്കാനോ മാലിന്യം നീക്കം ചെയ്യാനോ നടപടിയെടുത്തില്ല. ഇതിനെതിരെ പ്രതിഷേധം ശക്തമാണ്. സെപ്റ്റിക് ടാങ്ക് മാലിന്യം തള്ളിയ സാമൂഹ്യവിരുദ്ധരെ ഉടൻ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് ഭക്തരുടെ ആവശ്യം. ദേവസ്വം ബോർഡ് വർക്കല പോലീസിൽ പരാതി നൽകും. ന്യൂസ് 18 വർക്കല. ഫാഷൻ ഷോ മത്സരത്തിൽ വിജയ കിരീടം ചൂടി ട്രാൻസ്ജെൻഡർ ഇഷ കിഷോർ. കുടുംബശ്രീ കാസർഗോഡ് ജില്ലാ മിഷൻ സംഘടിപ്പിച്ച മത്സരത്തിൽ 12 സുന്ദരികളെ പിന്തള്ളിയാണ് ഇഷ കിഷോർ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത്. കുടുംബശ്രീ കാസർഗോഡ് ജില്ലാ മിഷൻ സംഘടിപ്പിച്ച ഫാഷൻ ഷോയിൽ മലയാളി മങ്കയായി ട്രാൻസ്ജെൻഡർ ഇഷ കിഷോർ. വിവിധയിടങ്ങളിൽ നിന്നുള്ള 13 സുന്ദരികൾ മാറ്റിവെച്ച റാമ്പിൽ ട്രാൻസ്ജെൻഡർ ഇഷ കിഷോർ ഒന്നാം സ്ഥാനം നേടി. കാസർഗോഡ് ജില്ലയിലെ ആദ്യ ട്രാൻസ്ജെൻഡർ വോട്ടറും പുല്ലൂർ പെരിയ പഞ്ചായത്തിലെ ശുചിത്വ മിഷൻ അംബാസിഡറുമാണ് ഇഷ കിഷോർ. രജിസ്റ്റർ ചെയ്ത ടീമുകളിൽ നിന്ന് സ്ക്രീനിംഗ് നടത്തിയാണ് മത്സരാർത്ഥികളെ തെരഞ്ഞെടുത്തത്. 2 റൗണ്ടുകളിലായി നടന്ന മത്സരത്തിൽ കേരളത്തിന്റെ പരമ്പരാഗത വസ്ത്രങ്ങൾ അണിഞ്ഞ് മങ്കമാരെത്തി. മിസ് കേരള ഫൈനലിസ്റ്റ് വൈഷ്ണവി, ഫാഷൻ മോഡൽ ഇർഷാദ് ഇബ്രാഹിം കണ്ണൂർ എന്നിവർ വിധികർത്താക്കളായിരുന്നു. ആദ്യ റൗണ്ട് മത്സരത്തിൽ നിന്ന് 6 പേരെ തെരഞ്ഞെടുത്തു. തുടർന്ന് ഇവരിൽ നിന്ന് ഇഷ കിഷോറിനെ വിജയിയായി തെരഞ്ഞെടുക്കുകയായിരുന്നു. കൃപ രാജേഷ്, കാസിസ് എന്നിവർ റണ്ണറപ്പുമാരായി. മലയാളി മങ്കയ്ക്ക് അമൃത ഗണേഷ് കിരീടമണിയിച്ചു. സീരിയൽ താരം കലാമണ്ഡലം നന്ദന, അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡി ഹരിദാസ് എന്നിവരും പങ്കെടുത്തു. കുടുംബശ്രീ ജില്ലാ മിഷൻ കാസർഗോഡ്, കാഞ്ഞങ്ങാട് നഗരസഭ, നബാർഡ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കഫേ കുടുംബശ്രീ ഫുഡ് ഫെസ്റ്റിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ന്യൂസ് 18 കാസർഗോഡ്. കണ്ണൂർ കരുവഞ്ചാലിലെ ടേക്ക് എ ബ്രേക്ക് പദ്ധതി താളം തെറ്റി. ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച കെട്ടിടം കാട് കയറി നശിക്കുകയാണ്. പഞ്ചായത്തിന്റെ വീഴ്ചയാണ് കെട്ടിടം ഉപയോഗശൂന്യമാകാൻ കാരണമെന്നാണ് ആക്ഷേപം. ദീർഘദൂര യാത്രക്കാർക്കടക്കം വിശ്രമിക്കാനും പ്രാഥമിക ആവശ്യങ്ങൾക്കുമായാണ് ടേക്ക് എ ബ്രേക്ക് പദ്ധതി ആവിഷ്കരിച്ചത്. പലയിടങ്ങളിലും നല്ല രീതിയിൽ പ്രവർത്തനം നടക്കുന്നുണ്ടെങ്കിലും കരുവഞ്ചാലിലെ സ്ഥിതി ഇതല്ല. ഉദ്ഘാടനം കഴിഞ്ഞ് വർഷങ്ങൾ പിന്നിട്ടിട്ടും കരുവഞ്ചാലിലെ കെട്ടിടം അടഞ്ഞു തന്നെ കിടക്കുകയാണ്. ലക്ഷങ്ങൾ ചിലവഴിച്ചായിരുന്നു നിർമ്മാണം. എന്നാൽ മതിയായ സൗകര്യങ്ങൾ ഒരുക്കിയില്ല. ഉപയോഗിക്കാതായതോടെ കെട്ടിടം കാടുമൂടി. ദിവസവും 100 കണക്കിന് ആളുകൾ വന്നുപോകുന്ന കരുവഞ്ചാലിൽ പ്രാഥമിക ആവശ്യങ്ങൾക്കായി മറ്റു സംവിധാനവും ഒരുക്കിയിട്ടില്ല. ജനാബ് എൻ ഇ അബ്ദുള്ള സാഹിബ് വൈസ് പ്രസിഡന്റ് ആയ സമയത്താണ് ഇത് സെലറോടെ നടത്തിയത്. ഇതിൻ്റെ പ്രൊജക്റ്റ് സംവിധാനം കൊടുന്നത്. അതിനുശേഷം ഇപ്പോൾ പുതിയ ഭരണസമിതി വന്ന സമയത്തുള്ള ഈ ബിൽഡിംഗ് ഓണറുള്ള ഇവിടെ അവരുമായുള്ള കേസുമായി ബന്ധപ്പെട്ടാണ് ഇത് സ്റ്റേ ആയി സംവിധാനം നിൽക്കുന്നത്. പിന്നെ അതിൻ്റെ ആദ്യം വെള്ളത്തിൻ്റെ വിഷയം പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഈ ബിൽഡിങ്ങിൻ്റെ അതിര് വിഷയവുമായി വന്ന് ഇപ്പോൾ നിലവിൽ സ്റ്റേ ആണ്. ഇവിടെ വരുന്ന ഏകദേശമുള്ള ആൾക്കാർക്കുള്ള വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടെ ടോയ്ലറ്റ് ഇല്ല, എല്ലാ സൗകര്യങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. നിയമപരമായ പ്രശ്നം മൂലമാണ് പദ്ധതി പൂർത്തീകരിക്കാത്തതെന്നാണ് നടുവിൽ പഞ്ചായത്തിന്റെ വിശദീകരണം. ഈ ഭരണസമിതി വന്ന 20-25 കാലയളവുള്ള ഭരണസമിതിയും ഇതിനുവേണ്ടി 19,80,000 രൂപ ഇപ്പോൾ നാളിതുവരെ മുടക്കി കഴിഞ്ഞു. അവിടെ ഇപ്പോൾ 9,20,000 രൂപയാണ് ഈ വർഷത്തെ പ്രൊജക്റ്റിലുള്ളത്. ഈ 24-25 അത് അവിടെ പൂന്തോട്ടമായിരുന്നാലും ഇൻ്റർലോക്ക് ആയിരുന്നാലും ചുറ്റുമതിലൊക്കെ അതിന് അനുബന്ധ സൗകര്യങ്ങൾ ഏർപ്പെടുന്ന ഒരു വിശ്രമ കേന്ദ്രം പോലെയാണ്. ഈ കേസ് നിലനിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് അതിൻ്റെ പണി പൂർത്തീകരിക്കാത്തത്. തീർച്ചയായും അത് പൂർത്തീകരിക്കുന്നതിന് ആവശ്യമായ എല്ലാ ഫണ്ടും പഞ്ചായത്ത് നീക്കി വെച്ചിട്ടുണ്ട്. വ്യാപാര സമൂഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇക്കാര്യത്തിൽ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് എനിക്ക് വിനയപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളത്. പഞ്ചായത്ത് അധികൃതരുടെ കെടുകാര്യസ്ഥതയാണ് കെട്ടിടം ഉപയോഗശൂന്യമാകാൻ കാരണമെന്നും ആക്ഷേപമുണ്ട്. ന്യൂസ് 18 ആലക്കോട്. പത്തനാപുരം ഗാന്ധി ഭവനിലെ അന്തേവാസിയായിരുന്ന ഗംഗ ജന്മനാട്ടിലേക്ക് മടങ്ങി. 3 വർഷങ്ങൾക്ക് ശേഷമാണ് തെലങ്കാനയിലേക്കുള്ള മടക്കം. ഇത്
ഗംഗ. സ്വന്തം പേരല്ലാതെ മറ്റൊന്നും ഓർത്തെടുക്കാനാകുമായിരുന്നില്ല ഗംഗയ്ക്ക്. പാതി മറന്നുപോയ ജീവിതത്തിൽ നിന്നും ഗംഗയെ തിരികെ എത്തിക്കുകയാണ് പത്തനാപുരം ഗാന്ധി ഭവനിലെ ഒരു കൂട്ടം സുമനസുകൾ. 2022 ഒക്ടോബർ 19 കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ സംശയാസ്പദമായ നിലയിൽ ഗംഗയെ പോലീസ് കണ്ടെത്തുന്നത്. തെലുങ്ക്, ഹിന്ദി ഭാഷകൾ അവ്യക്തമായി സംസാരിച്ചിരുന്ന ഗംഗ ട്രെയിൻ മാറി കയറിയതാണെന്നാണ് ആദ്യം പോലീസിനോട് പറഞ്ഞത്. പരസ്പര വിരുദ്ധമായി സംസാരിച്ചതോടെ പോലീസും പ്രതിസന്ധിയിലായി. ഭർത്താവിന്റെ പേര് രാജേന്ദ്രൻ എന്നാണെന്നും മക്കളുണ്ടെന്നും പറഞ്ഞിരുന്നു. പിന്നീട് ഗാന്ധി ഭവനിലെ നിരന്തര കൗൺസിലിംഗിനൊടുവിൽ ഗംഗ ഭർത്താവിന്റെ ഫോൺ നമ്പർ ഓർത്തെടുത്തു. ഭർത്താവ് രാജേന്ദ്രനെ ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും വിവരങ്ങൾ കേൾക്കാൻ തയ്യാറായില്ല. തുടർന്ന് ഗാന്ധി ഭവൻ അധികൃതർ കളക്ടർ, വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടർ, ജില്ലാ വനിതാ സംരക്ഷണ ഓഫീസർ എന്നിവരെ വിവരം ധരിപ്പിച്ചു. തുടർന്ന് ഗംഗയെ തെലങ്കാനയിലെ ഖമ്മം ജില്ലയിലെ ഗ്രാം വികാസ് ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു. ജന്മനാട്ടിലെത്തണമെന്നുള്ള ഗംഗയുടെ ആഗ്രഹവും അങ്ങനെ സഫലമായി. 25 വയസ്സുള്ള തെലങ്കാന സ്വദേശിനിയായ ഗംഗ ട്രെയിൻ മാറിക്കേറി കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയും അവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് കണ്ടിട്ട് റെയിൽവേ പോലീസുകാർ അവരുടെ അടുത്ത് സംസാരിച്ചപ്പോൾ ഹിന്ദിയും കന്നഡയും തെലുങ്കും ഈ 3 ഭാഷകളും കലർന്ന രീതിയിലുള്ള സംസാരമായിരുന്നു ഇവരുടെ. അപ്പോൾ അങ്ങനെ അവർക്ക് സംശയം തോന്നി. അങ്ങനെ അവർ റിപ്പോർട്ട് ചെയ്യുകയും തുടർന്ന് ഇവരെ കൊല്ലം മഹിളാ മന്ദിരത്തിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുള്ളതായിരുന്നു. എന്നിട്ട് അവിടുന്ന് 2022 ഒക്ടോബർ 19 ഗാന്ധി ഭവനിൽ ഗംഗയെ കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഗാന്ധി ഭവനിലെത്തി മാനസിക അസ്വാസ്ഥ്യം കാരണം പ്രയാസം അനുഭവിച്ച യുവതിയിൽ നിന്നും ഗാന്ധി ഭവനിലെ കൗൺസിലർമാരുടെ ശ്രമഫലമായി നാടിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുകയും ഗാന്ധി ഭവനിലെ ഉദ്യോഗസ്ഥരും കൗൺസിലർമാരും ഡോക്ടർ പുനലൂർ സോമരാജൻ സാറും ഇടപെട്ട് കൊല്ലം കളക്ടറുടെയും വനിതാ ശിശു വികസന വകുപ്പിൻ്റെയും ഇടപെടലിലാണ് ഇന്ന് ഈ പ്രിയപ്പെട്ട ഗംഗയെ തെലങ്കാനയിലേക്ക് കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ ദിവസം ഗംഗയെ കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും യാത്രയാക്കി. ഗാന്ധി ഭവൻ അധികൃതരും പോലീസ് ഉദ്യോഗസ്ഥരും യാത്രയ്ക്ക് സാക്ഷ്യം വഹിച്ചു. ന്യൂസ് 18 കായംകുളം. പണമിടപാടുകൾക്കായി ATM മെഷീനുകൾ ഉപയോഗിക്കുന്നത് പുതിയ സംഭവമല്ല. എന്നാൽ ആരോഗ്യരംഗത്ത് ശാരീരിക പരിശോധനകൾക്കായി ഹെൽത്ത് ATM മെഷീൻ എന്നത് പുതിയൊരറിവാണ്. കേരളത്തിൽ തന്നെ ആദ്യത്തെ ഹെൽത്ത് ATM കിയോസ്ക് സ്ഥാപിച്ചിരിക്കുകയാണ് ഇടുക്കി കട്ടപ്പനയിലെ ഒരു വിദ്യാലയം. ECG ഉൾപ്പെടെ 50-ലധികം പരിശോധനകൾ സൗജന്യമായി നിമിഷങ്ങൾക്കുള്ളിൽ ചെയ്യാൻ സംവിധാനം കട്ടപ്പന ഡോൺ ബോസ്കോ സ്കൂളിനോട് ചേർന്നാണ് ഒരുക്കിയിരിക്കുന്നത്. ആരോഗ്യ പരിശോധന രംഗത്ത് വിപ്ലവകരമായ മാറ്റത്തിന് സാക്ഷ്യം വഹിക്കുന്നതാണ് ഹെൽത്ത് ATM മെഷീൻ. പൂർണ്ണമായും നിർമ്മിത ബുദ്ധിയുടെ സഹായത്താൽ പ്രവർത്തിക്കുന്ന ഹെൽത്ത് ATM മെഷീൻ കേരളത്തിൽ ആദ്യമായി സ്ഥാപിച്ചത് ഇടുക്കി കട്ടപ്പനയിലാണ്. കട്ടപ്പന ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂളിലാണ് വൻതുക ചിലവഴിക്കേണ്ട വിവിധ പരിശോധനകൾ സൗജന്യമായി ചെയ്യാൻ കഴിയുന്ന കേരളത്തിലെ ഒരേയൊരു ഹെൽത്ത് ATM മെഷീൻ പ്രവർത്തിക്കുന്നത്. ഇത് കുട്ടികളുടെ വിദ്യാഭ്യാസ രീതിയിൽ ഒത്തിരിയേറെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഒന്നാണ്. അതേപോലെ തന്നെ മറ്റ് സ്കൂളുകളെയും മറ്റ് വിദ്യാലയങ്ങളിലേക്കും കുട്ടികളുടെ ആരോഗ്യ പരിരക്ഷണത്തിന് വേണ്ടിയിട്ട് ഉള്ള ഒരു മാർഗ വഴി ദർശിയാകാനായിട്ട് നമുക്ക് ഇതുമൂലം സാധിക്കുന്നുണ്ട്. ഒരാളുടെ പൊതുവായ ശാരീരിക പരിശോധനകൾക്ക് പുറമെ ഹൃദയം, വയറ്, കണ്ണ്, ചെവി, ശ്വാസകോശം, രക്തസമ്മർദ്ദം തുടങ്ങി എല്ലാത്തരം പരിശോധനകളും ഹെൽത്ത് ATMലൂടെ സാധ്യമാകും. ഇവിടെ നിന്നും ലഭിക്കുന്ന പരിശോധനാ ഫലം മൊബൈലിലേക്ക് സ്വീകരിക്കുവാൻ കഴിയുന്നതിനാൽ ദൂരെ സ്ഥലത്തേക്കുള്ള ഡോക്ടർമാർക്ക് ഇവ അയച്ചു കൊടുത്ത് വളരെ പെട്ടെന്ന് ചികിത്സ തേടാനാകും. സ്കൂളിൽ ഹെൽത്ത് ATM ഒരുക്കിയത് ഏറെ പ്രയോജനകരമാണെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. മറ്റ് സ്കൂളുകളിലെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്കൂളിൽ തന്നെ ആരോഗ്യപരമായ കാര്യങ്ങളിലെ ചെക്കപ്പ് നടത്താനും അതിന് തത്സമയം ഡോക്ടർമാരുമായി കൺസൾട്ടേഷൻ നടത്താനും ഒക്കെ ഒരു അവസരം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ശാരീരികപരമായ ആരോഗ്യത്തിൽ മാത്രമല്ല ഞങ്ങൾക്ക് പഠന കാര്യങ്ങളിലാണെങ്കിലും എങ്ങനെ ഇത് വർക്ക് ചെയ്യുന്നതെന്നും ഞങ്ങളുടെ സയൻസിൻ്റെ പഠനത്തിനാണെങ്കിലും ഇത് വളരെയധികം ഉപകാരപ്രദമാകുന്നുണ്ട്. സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പുറമെ മാതാപിതാക്കൾക്കും സമീപത്തുള്ള ആളുകൾക്കുമെല്ലാം ഹെൽത്ത് ATMന്റെ പ്രയോജനം ലഭിക്കുന്നുണ്ട്. പ്രാഥമികമായിട്ടുള്ള ചെക്കപ്പുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ബ്ലഡ് പ്രഷർ, അതുപോലെ ഷുഗർ, കൊളസ്ട്രോൾ, അതുപോലെ ഹീമോഗ്ലോബിൻ, അങ്ങനെ ആദ്യം ഒരു പ്രൈമറി ആയിട്ടുള്ള ടെസ്റ്റുകളെല്ലാം മറ്റ് ഹോസ്പിറ്റലുകളിലും കാണിച്ചിട്ടുണ്ട്. റിസൾട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വളരെ കറക്റ്റായിരുന്നു. വരും നാളുകളിൽ ഹെൽത്ത് ATMകൾ ആരോഗ്യ മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിക്കുമെന്ന് തന്നെ കരുതാം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കൊല്ലം ഉമ്മന്നൂർ ഇടമുളയ്ക്കൽ പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് പുതിയ പാലം വേണമെന്നാവശ്യം. നിലവിലെ പാലം കൈവരികൾ തകർന്ന് അപകടാവസ്ഥയിലാണ്.
ഇടമുളയ്ക്കൽ തോടിന് കുറുകെയുള്ള പാലത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ദിവസവും ഒരുപാട് പേർ ആശ്രയിച്ചിരുന്ന പാലം. പക്ഷേ ഇപ്പോൾ ഇതിലൂടെ യാത്ര ചെയ്യാൻ നാട്ടുകാർക്ക് ഭയമാണ്. അത്ര മോശം അവസ്ഥയിലാണ് പാലം. കൈവരികൾ തകർന്നു, കമ്പികൾ പുറത്തു കാണാം. പാലത്തിന് ബലക്ഷയം സംഭവിച്ചതോടെ ജീവൻ പണയം വെച്ചാണ് യാത്ര. പാലം പുതുക്കി പണിയണമെന്ന് നാട്ടുകാർ പലവട്ടം അധികൃതരോട് ആവശ്യപ്പെട്ടു. പക്ഷേ നടപടി വൈകുകയാണ്. വികസിപ്പിച്ച് ഇത് വാഹനങ്ങൾ കടന്നു പോകത്തക്ക രീതിയിലുള്ള ഒരു പാലമാക്കി മാറ്റണം, ഇല്ലെങ്കിൽ ഈ നിലവിലുള്ള പാലം തന്നെ ഒന്ന് പുനർനിർമ്മിക്കണം എന്ന് പറഞ്ഞിട്ടും പഞ്ചായത്ത് അധികൃതരോ മന്ത്രി കെ രാജു നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോഴത്തെ MLA സുബാൽ അവറുകളുണ്ട്, ഇവരോടൊക്കെ തന്നെ നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇവിടുത്തെ MLA ആയിരുന്ന ഐഷ പോറ്റിയോട് നിരവധി തവണ ആവശ്യപ്പെട്ടു. ഇപ്പോൾ ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് ഇപ്പോൾ ഈ കൊട്ടാരക്കര നിയോജക മണ്ഡലത്തെ ഉമ്മന്നൂർ പഞ്ചായത്ത് ഉൾപ്പെടുന്നു. ഈ അധികാരികൾ, ഇത്രയും വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന അധികാരികൾ ഉണ്ടായിട്ടും ഈ വയക്കലിനെയും അതുപോലെ തന്നെ ഒഴുകുപാറക്കലിനെയും ഒക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ പാലത്തിൻ്റെ അവസ്ഥ ഇത് നാണക്കേട് തന്നെയാണ്. ഇത് അധികാരികൾ ശ്രദ്ധിക്കണമെന്നാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്. പാലം നവീകരിച്ചാൽ മേഖലയിലെ കൃഷിക്കും ഗുണകരമാകും. സമീപത്തെ കൃഷിയിടത്തിലേക്ക് യന്ത്രങ്ങൾ എത്തിക്കാനും വളവും മറ്റ് കാർഷികോൽപ്പന്നങ്ങളും എത്തിക്കുന്നതിനും സഹായകമാകും. ഇക്കാര്യത്തിൽ അനുകൂല ഇടപെടലാണ് നാട്ടുകാർ പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് 18 കൊട്ടാരക്കര. സകലമാന കേരളം പൂർണ്ണമാകുന്നു. ഇനി പ്രൈം ഡിബേറ്റിൽ മഞ്ജുഷ് ഗോപാൽ ചേരും. നമസ്കാരം.